അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി കഴിഞ്ഞ ദർസിൽ നാം മനസ്സിലാക്കിയത് രാത്രി നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത നാമങ്ങളെ സംബന്ധിച്ചും അതിനുള്ള കാരണങ്ങളെ സംബന്ധിച്ചുമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദർസിലൂടെ ഒരല്പം വിശദമായി തന്നെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം സ്വലാത്തുൽ വിത്റുമായി, വിത്ർ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എപ്രകാരമെല്ലാം നമുക്ക് രാത്രി നമസ്കാരത്തെ ഒറ്റയാക്കി അവസാനിപ്പിക്കാം, അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം രൂപത്തിലാണ് ആ നമസ്കാരം നിർവഹിക്കേണ്ടത്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചെല്ലാമാണ് ഇന്നത്തെ ദർസിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, രാത്രി നമസ്കാരം അതല്ലെങ്കിൽ വിത്ർ നമസ്കാരം ഒരല്പമെങ്കിലും നിർവഹിക്കുക എന്നത് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബൂ ബസ്റ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്താണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല സാദക്കും സ്വലാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു നമസ്കാരം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 5 വക്ത് നമസ്കാരത്തിന് പുറമെ ഒരു നമസ്കാരം കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഫസല്ലൂഹാ ഫീമാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ സ്വലാത്തി സുബഹ്, ഇശാഇനും സുബൈക്കുമിടയിൽ നിങ്ങളത് നിർവഹിക്കുക. അൽ വത്രു, അത് വത്ർ നമസ്കാരമാണ്, അല്ലെങ്കിൽ വിത്ർ നമസ്കാരമാകുന്നു, രണ്ടും പറയാം. അപ്പോൾ ഇവിടെ വിത്ർ നമസ്കാരം നിങ്ങൾക്ക് 5 വക്ത് നമസ്കാരത്തിന് പുറമെ സാദക്കും സ്വലാത്ത, ഒരു നമസ്കാരം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ ഈ ഒരു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. 5 വക്ത് നമസ്കാരമാണ് നിർബന്ധമെന്ന് നമുക്കൊക്കെ അറിയാം. എന്നിട്ടും ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് 6ാമത്തൊരു നമസ്കാരമാണോ? അല്ല, മറിച്ച് ഉലമാക്കൾ പ്രവാചകന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്താണത്? അത്രക്ക് പ്രാധാന്യമർഹിക്കുന്ന നമസ്കാരമാണ് വിത്ർ നമസ്കാരം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അൻ അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്നല്ലാഹ സാദക്കും സ്വലാത്തൻ ഫഹാഫിളു അലൈഹാ വഹിയൽ വത്ർ, അല്ലാഹു നിങ്ങൾക്കൊരു നമസ്കാരം വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നു. ഫഹാഫിളു അലൈഹ, നിങ്ങളത് കാത്തു സൂക്ഷിച്ചു പോരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്താതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു പോരേണ്ടുന്ന ഒരു നമസ്കാരമാണത്. ഏതാണത്? വഹിയൽ വത്രു, അതാകുന്നു വത്ർ നമസ്കാരം അല്ലെങ്കിൽ വിത്ർ നമസ്കാരം. അപ്പോൾ രാത്രിയിലെ വിത്ർ നമസ്കാരം കാത്തു സൂക്ഷിച്ചു പോരണം എന്നാണ് ഈ ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രക്ക് പ്രാധാന്യമർഹിക്കുന്നു വിത്ർ നമസ്കാരം എന്ന് മനസ്സിലാക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ ജാബിരിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മൻ ഖാഫ അൻ ലാ യഖൂമ മിൻ ആഖിരിൽ ലൈലി ഫൽയൂതിർ അവ്വലഹു, രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേറ്റ് വിത്ർ നമസ്കരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭയപ്പെടുന്നവർ, ആ സമയത്ത് ഉറങ്ങി എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നവർ എന്ത് ചെയ്യട്ടെ? ഫൽയൂതിർ അവ്വലഹു, രാത്രിയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ അഥവാ ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അവർ വിത്ർ നമസ്കരിക്കട്ടെ. എന്നാൽ വമൻ ത്വമിഅ അൻ യഖൂമ ആഖിറഹു, എന്നാൽ രാത്രിയിൽ അവസാന സമയത്ത് എഴുന്നേൽക്കാൻ കഴിയും, സുബഹിയുടെ മുമ്പായി എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? ഫൽയൂതിർ ആഖിറൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ വിത്ർ നമസ്കരിക്കട്ടെ. ഫഇന്ന സ്വലാത്ത ആഖിരിൽ ലൈലി മഷ്ഹൂദത്തുൻ, കാരണം രാത്രിയുടെ അവസാനത്തിൽ നിർവഹിക്കപ്പെടുന്ന ആ ഒരു നമസ്കാരം മഷ്ഹൂദത്താണ് അഥവാ മഹ്ദൂറത്താണ്, മലക്കുകളുടെ സാക്ഷ്യം ലഭിക്കുന്നതാണ്, വളരെ പ്രാധാന്യത്തോടുകൂടി രേഖപ്പെടുത്തപ്പെടുന്നതുമാകുന്നു. വദാലിക അഫ്ദലു, അതാകുന്നു കൂടുതൽ അഫ്ദൽ. അപ്പോൾ വിത്ർ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒന്നെങ്കിൽ രാത്രിയുടെ തുടക്കത്തിൽ തന്നെ ഉറങ്ങി എഴുന്നേൽക്കുകയില്ല എന്ന് ഭയപ്പെടുന്നവർ ആ നമസ്കാരം നിർവഹിക്കട്ടെ. അതല്ല, രാത്രിയുടെ അവസാനത്തിലേക്ക് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ
അതാകുന്നു കൂടുതൽ അഫ്ളൽ, വദാലിക അഫ്ളലു, അതാണ് കൂടുതൽ അഫ്ളൽ. കാരണം അത് പ്രത്യേകം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു. അതുകൊണ്ട് പരമാവധി രാത്രിയുടെ അവസാനത്തിലേക്ക് അത് മാറ്റിവെക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ. രണ്ടാണെങ്കിലും അവർ വിത്ർ നമസ്കരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാധാന്യം സൂചിപ്പിക്കുന്ന മറ്റൊരു ഹദീസാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഔസാനി ഖലീലി ബിസലാസിൻ ലാ അദഉഹുന്ന ഹത്താ അമൂത്ത്. എൻ്റെ ഖലീലായ എൻ്റെ കൂട്ടുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 3 വസിയത്ത് നൽകിയിട്ടുണ്ട്, മരണം വരെ ഞാനത് ഒഴിവാക്കുകയില്ല. ഏതൊക്കെയാണത്? സൗമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസവും 3 ദിവസത്തെ നോമ്പ്. വസ്വലാത്തി ദുഹ, അതേപോലെ തന്നെ ദുഹാ നമസ്കാരം. വനൗമിൻ അല വിത്രിൻ, വിത്ർ നമസ്കരിച്ചുകൊണ്ടേ ഉറങ്ങാവൂ എന്ന് പറഞ്ഞാൽ വിത്ർ നമസ്കരിക്കാത്ത ഒരു രാത്രി ഉണ്ടാവരുത് എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതേപോലെ തന്നെ രാത്രി എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നമസ്കരിക്കാൻ പ്രവാചകൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മരണം വരെ ഞാനത് ഒഴിവാക്കുകയില്ല എന്നാണ് ആര് പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. മരണം വരെ ഞാൻ വിത്ർ നമസ്കാരം ഒഴിവാക്കുകയില്ല. അതും അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ എന്നത് ഹക്കാണ്, ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും. ഫമൻ അഹബ്ബ അൻ യൂത്തിറ ബി ഖംസിൻ ഫൽയഫ്അൽ വമൻ അഹബ്ബ അൻ യൂത്തിറ ബി സലാസിൻ ഫൽയഫ്അൽ വമൻ അഹബ്ബ അൻ യൂത്തിറ ബി വാഹിദത്തിൻ ഫൽയഫ്അൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 5 റക്അത്ത് വിത്ർ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ, 3 റക്അത്ത് വിത്ർ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ. ഇനി 1 റക്അത്ത് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അൻ യൂത്തിറ ബി വാഹിദത്തിൻ ഫൽയഫ്അൽ, 1 റക്അത്തെങ്കിലും വിത്ർ നമസ്കരിക്കട്ടെ. കാരണം അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിൻ്റെ മേലും അത് ഹക്കാകുന്നു. അതേപോലെ തന്നെ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യാ അഹ്ലൽ ഖുർആൻ ഔതിറു ഫഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. ഓ ഖുർആനിൻ്റെ ആളുകളെ, നിങ്ങൾ വിത്ർ നമസ്കരിക്കൂ, കാരണം അല്ലാഹു വിത്റാണ്, അവൻ വിത്റിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ വിത്ർ നമസ്കരിക്കുവാനും രാത്രി നമസ്കാരത്തെ ഒറ്റയാക്കി അവസാനിപ്പിക്കുവാനും ഖുർആനിൻ്റെ അഹ്ലുകാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പോൾ ഇവിടെ വിത്ർ നമസ്കാരം ഹക്കാണ് എന്നും ഖുർആനിൻ്റെ ആളുകളെ നിങ്ങൾ വിത്റാക്കൂ, അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നു എന്നുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം അത് വിത്ർ നമസ്കാരം നിർബന്ധമാണ് എന്നാണോ കാണിക്കുന്നത്, അതല്ല അതിൻ്റെ പ്രാധാന്യത്തെയാണോ സൂചിപ്പിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല ഇന്നൽ വത്റ ലൈസ ബിഹത്മിൻ, വിത്ർ നമസ്കാരം ഒരിക്കലും നിർബന്ധമല്ല. കഴിഞ്ഞ ചില ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണത്. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരത്തിൽപ്പെട്ടതാണ് വിത്ർ നമസ്കാരം എന്ന് നമുക്കറിയാം. ആ ഹദീസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് നിർബന്ധ നമസ്കാരത്തിന് പുറമെയുള്ള നമസ്കാരമാണ്. അപ്പോൾ അത് നിർബന്ധമല്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. പ്രവാചകന്റെ വാക്കുകൾ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് സ്വഹാബികളാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇന്നൽ വത്റ ലൈസ ബിഹത്മിൻ, അതൊരു നിർബന്ധമല്ല. വലാകിന്നഹു സുന്നത്തുൻ സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് ചര്യയാക്കിയ ഒരു ചര്യയാണത്. ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ, അതുകൊണ്ട് ഖുർആനിൻ്റെ ആളുകളെ നിങ്ങൾ വിത്ർ നമസ്കരിക്കൂ. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനിൻ, ആ സുനനിന് നൽകപ്പെട്ട ഷറഹിൽ അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് ഹഫളഹുല്ലാ, സൗദി അറേബ്യയിലെ വിഖ്യാതനായ മുഹദ്ദിസാണ്. അദ്ദേഹം അതിന് നൽകുന്ന ഷറഹിൽ അദ്ദേഹം പറയുന്നത്, അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നതിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ലൈസ മഅനാഹുൽ ഹഖ്ഖുൽ ലദീ ഹുവൽ വാജിബ്, വാജിബ് എന്ന് അർത്ഥം കാണിക്കുന്ന ഹക്കല്ലത്. പിന്നെയോ വ ഇന്നമാ ഹുവൽ ഹഖ്ഖുൽ മുതഅക്കിദ്, അത് മുതഅക്കിദായ തഅക്കീദിനെ കാണിക്കുന്ന വളരെയധികം പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കണം എന്ന് സ്ഥാപിക്കുന്ന ഹക്കാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. പ്രത്യേകിച്ചും ഖുർആനിൻ്റെ ആളുകളെ നിങ്ങൾ വിത്റാക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യമെന്താണ്? കാരണം ഖുർആനിൻ്റെ ആളുകളാണ് രാത്രി നമസ്കാരക്കാരായ ആളുകൾ. ഖുർആനിൽ ധാരാളം ഹിഫ്ളുള്ളവർ ധാരാളം ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയിൽ നമസ്കരിക്കും. അപ്പോൾ അവരുടെ ആ നമസ്കാരം എത്രയാണോ
ആ നമസ്കാരത്തെ വിത്റാക്കിക്കൊണ്ട് അവസാനിപ്പിക്കൂ എന്ന സൂചന കൂടിയാണ് ഇതിൽ നിന്ന് നൽകുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശം വാജിബല്ലെങ്കിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന സുന്നത്താണ്, ഗൗരവമേറിയതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കൽ ചോദിച്ചു, സഅൽതു അബി അനി റജുലി യത്റുകുൽ വിത്ര മുതഅമ്മിദൻ, മനഃപൂർവ്വം വിത്ർ നമസ്കരിക്കാത്ത ഒരാളെക്കുറിച്ച് ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിച്ചു, അഥവാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ ഖാല അബി, എൻ്റെ ഉപ്പ പറഞ്ഞതെന്താണ്? ഹാദാ റജുലുൻ സൂഇൻ, അതൊരു മോശക്കാരനായ വ്യക്തിയാണ്, അങ്ങനെ വിത്ർ നമസ്കരിക്കാത്ത ഒരാൾ. ഹുവ സുന്നത്തുൻ സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അസ്ഹാബുഹു, അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും ചര്യയാക്കിയ പതിവാക്കിയ ഒരു കാര്യമാണ്, അത് ഒഴിവാക്കുന്നത് മോശക്കാരാണ് എന്ന് വരെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുണ്ട് രാത്രി വിത്ർ നമസ്കാരത്തിന്. അപ്പോൾ സുദീർഘമായി ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യട്ടെ? അവരുടെ ആ രാത്രി നമസ്കാരത്തെ, തഹജ്ജുദിനെ, ഖിയാമുൽ ലൈലിനെ, തറാവീഹിനെ വിത്ർ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇനി സുദീർഘമായി നമസ്കരിക്കാൻ പറ്റാത്തവരോ, കുറഞ്ഞ റക്കയത്ത് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ പറഞ്ഞതുപോലെ 5 റക്കയത്ത് കൊണ്ടോ 3 റക്കയത്ത് കൊണ്ടോ അല്ലെങ്കിൽ 1 റക്കയത്ത് കൊണ്ടോ രാത്രിയിൽ വിത്ർ നമസ്കരിക്കട്ടെ. അവസാന യാമത്തിൽ എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നവർ തുടക്കത്തിൽ തന്നെ നമസ്കരിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. അതല്ല, അവസാനത്തിൽ നമസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈറ്. സുദീർഘമായി നമസ്കരിക്കുന്നവർ വിത്റിനെ അവസാനത്തിലേക്ക് മാറ്റി ആ ഖിയാമുൽ ലൈലിനെ ഈ വിത്ർ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇതിലൂടെ രാത്രി നമസ്കാരത്തിൻ്റെ, പ്രത്യേകിച്ചും വിത്ർ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയൊക്കെ നമുക്ക് വിത്ർ നമസ്കരിക്കാം, എത്ര റക്അത്തുകൾ വിത്ർ നമസ്കരിക്കാം പരിശോധിക്കുക. അതിൽ ഒന്നാമത് ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്തെങ്കിലും നമസ്കരിക്കാവുന്നതാകുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അന്ന റജുലൻ, സാലിം അൻ അബീഹി, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സ്വലാത്തിൽ ലൈൽ, രാത്രി നമസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു. ഫഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്താണ്? മസ്ന മസ്ന, ഈരണ്ടായി നമസ്കരിക്കുക. ഫഇദാ ഖശീത സുബ്ഹ, സുബഹിയാകുമെന്ന് ഭയപ്പെട്ടാൽ, എന്ന് പറഞ്ഞാൽ ഈരണ്ടായി അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പ്രഭാതമാകുമെന്ന് ഭയപ്പെട്ടപ്പോൾ, അങ്ങനെ ഭയപ്പെടുകയാണെങ്കിൽ ഫഔതിർ ബിറക്അത്തിൻ, 1 റക്അത്ത് കൊണ്ട് വിത്റാക്കട്ടെ, 1 റക്അത്ത് കൊണ്ട് വിത്റാകട്ടെ. നേരത്തെ നാം ഉദ്ധരിച്ച ഹദീസിലും ഉണ്ട്, വമൻ അഹബ്ബ അൻ യൂതിറ ബിവാഹിദത്തിൻ ഫലിയഫഅൽ, ഒരൊറ്റ റക്അത്ത് കൊണ്ട് വിത്റാക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെയുമായിക്കൊള്ളട്ടെ. അപ്പോൾ ഈ രണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് 1 റക്അത്ത് കൊണ്ട് വിത്റാക്കാം. ഇനി സുദീർഘമായി നമസ്കരിക്കാൻ ഉദ്ദേശിക്കാത്തവർക്ക് പോലും 1 റക്അത്തെങ്കിലും മിനിമം വിത്ർ നമസ്കരിക്കുകയും ചെയ്യാം. അപ്പോൾ വിത്ർ നമസ്കാരത്തിൻ്റെ ഏറ്റവും മിനിമം എണ്ണം എന്ന് പറയുന്നത് ബിറക്അത്തിൻ വാഹിദ, ഒറ്റ റക്അത്ത്. അതേപോലെ തന്നെ 3 റക്അത്ത്, കാരണം ഒറ്റ സംഖ്യയിലേ പോകാൻ പാടുള്ളൂ, 3 റക്അത്ത് കൊണ്ട് വിത്റാക്കാം. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫമൻ അഹബ്ബ അൻ യൂതിറ ബിഖംസിൻ ഫലിയഫഅൽ വമൻ അഹബ്ബ അൻ യൂതിറ ബിസലാസിൻ ഫലിയഫഅൽ. 3 റക്അത്ത് കൊണ്ട് വിത്ർ നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ എങ്ങനെ നിർവഹിക്കട്ടെ? 3 റക്അത്ത് വിത്ർ നിർവഹിക്കട്ടെ. അപ്പോൾ 1 റക്അത്തും 3 റക്അത്തും വിത്ർ നമസ്കരിക്കാം. ശരി, ഇനി സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, ഈ 3 റക്അത്ത് വിത്ർ നമുക്ക് എങ്ങനെയെല്ലാം നമസ്കരിക്കാം? ശരിക്കും ശ്രദ്ധിക്കുക. 1 റക്അത്ത് നമുക്കറിയാം, അതിൽ ഇഷ്കാലില്ല. 1 റക്അത്ത് നമസ്കരിക്കുക, അത്തഹിയാത്തിലിരിക്കുക, സലാം വിട്ടുക. എന്നാൽ 3 റക്അത്താണ് വിത്ർ നമസ്കരിക്കുന്നതെങ്കിൽ ഏത് രൂപത്തിലാണ് വിത്ർ നമസ്കരിക്കേണ്ടത്? അതിന് പ്രധാനമായും 2 രൂപമുണ്ട്. ഒന്നാമത്തെ രൂപം നാം നേരത്തെ വിശദീകരിച്ച രൂപമാണ്. ഏതാണത്? സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം ഈരണ്ടാണ്. ഫൈദാ ഖശിയ അഹദുകുമു സുബ്ഹ സ്വല്ലാ റക്അത്തൻ വാഹിദത്തൻ, സുബഹയെ ഭയപ്പെടുമ്പോൾ 1 റക്അത്ത് നമസ്കരിക്കുക, എങ്കിൽ തൂത്തിറു ലഹു മാ ഖദ് സ്വല്ല, അതുവരെ നമസ്കരിച്ചതിനെ അത് ഒറ്റയാക്കും. അപ്പോൾ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി, പിന്നെ 1 റക്അത്ത് കൂടി നമസ്കരിച്ച് സലാം വീട്ടുക. അപ്പോൾ 2 റക്അത്ത് നമസ്കരിക്കുക, സലാം വീട്ടുക, വീണ്ടും 1 റക്അത്ത് കൂടി നമസ്കരിക്കുക, സലാം വീട്ടുക. ഇതാണ് വിത്ർ നമസ്കരിക്കുന്ന ഒരു രീതി.
എന്നാൽ ഒരിക്കലും മഗ്രിബ് നമസ്കാരം പോലെ വിത്ർ നമസ്കരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൂത്തിറു ബി സലാസിൻ, നിങ്ങൾ 3 റക്അത്ത് കൊണ്ട് വിത്ർ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഉടനെ തന്നെ പറയുന്നുണ്ട്. വലാ തശബ്ബഹു ബി സ്വലാത്തിൽ മഗ്രിബി, അഥവാ മഗ്രിബ് നമസ്കരിക്കുന്നത് പോലെ. ഔത്തിറു ബി ഖംസിൻ ഔ സബഇൻ, അതേപോലെ തന്നെ 5 റക്അത്ത് കൊണ്ടോ 7 റക്അത്ത് കൊണ്ടോ നിങ്ങൾക്ക് വിത്റാക്കാം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലാ തശബ്ബഹു ബി സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നമസ്കരിക്കുന്നത് പോലെ വിത്ർ നമസ്കരിക്കരുത്. അതെങ്ങനെയാണ്? 2 റക്അത്ത് നമസ്കരിച്ച് തശഹുദിലിരുന്ന് സ്വലാത്തും ചൊല്ലി സലാം വീട്ടാതെ എഴുന്നേറ്റ് പിന്നെ ഒരു അത്തഹിയാത്തും സ്വലാത്തും കഴിഞ്ഞ്, അങ്ങനെയാണല്ലോ നമ്മൾ മഗ്രിബ് നമസ്കാരം നിർവഹിക്കുന്നത്. 2 റക്അത്ത് കഴിഞ്ഞ് അവിടെ അത്തഹിയാത്തിനിരിക്കും, പിന്നെ സലാം വീട്ടാതെ എഴുന്നേൽക്കും. ഇതേപോലെ വിത്ർ നമസ്കരിക്കരുത്. ഒന്നെങ്കിൽ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടുക, പിന്നെ വീണ്ടും എഴുന്നേറ്റ് 1 റക്അത്ത് കൂടി നമസ്കരിച്ച് സലാം വീട്ടുക. ഇനി അങ്ങനെയല്ലെങ്കിലോ 3 റക്അത്തും ഒരുമിച്ച് നമസ്കരിക്കുക. അത്തഹിയാത്തിൽ ഇരിക്കാതെ, തീരെ അത്തഹിയാത്തിലിരിക്കാതെ, 1ാമത്തെ റക്അത്തിൽ നിന്ന് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് പോലെ തന്നെ 2 റക്അത്ത് കഴിഞ്ഞാൽ അത്തഹിയാത്തിനിരിക്കാതെ വീണ്ടും എഴുന്നേറ്റ് 3 റക്അത്ത്, അങ്ങനെ 3 റക്അത്തും ഒരുമിച്ച് ഒരൊറ്റ സലാം വീട്ടൽ മാത്രം. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൂതിറു ബി സലാസിൻ ലാ യുസല്ലിമു ഇല്ലാ ഫി ആഖിരിഹിന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 റക്അത്ത് വിത്ർ നമസ്കരിക്കാറുണ്ട്. ലാ യുസല്ലിമു ഇല്ലാ ഫി ആഖിരിഹിന്ന, അവസാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടാറില്ല. അപ്പോൾ 3 റക്അത്തും ഒരുമിച്ചാണ് നമസ്കരിക്കാറുള്ളത്. അതിന് ഇടയിൽ പ്രവാചകൻ അത്തഹിയാത്തിലിരിക്കാറില്ല. ഇനി അഥവാ അത്തഹിയാത്തിൽ ഇരുന്നാൽ തന്നെ അതെങ്ങനെയാണ്? സലാം വീട്ടിയതിന് ശേഷം മാത്രമേ 3ാമത്തതിലേക്ക് എഴുന്നേൽക്കുകയുള്ളൂ. വഹാദാ വിത്റു അമീരിൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല വഅൻഹു അഖദഹു അഹ്ലുൽ മദീന. മദീനക്കാരൊക്കെ അങ്ങനെ നമസ്കരിക്കാറുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും അങ്ങനെയാണ് നമസ്കരിക്കാറുള്ളത്. 3 റക്അത്തും ഒരുമിച്ച് ഒരൊറ്റ പ്രാവശ്യം മാത്രം സലാം വീട്ടൽ, ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. അല്ലെങ്കിൽ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി വീണ്ടും 1 റക്അത്ത് കൂടി. പക്ഷേ ഒരിക്കലും മഗ്രിബ് നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ നമുക്ക് 5 റക്അത്ത് വിത്ർ നമസ്കരിക്കാം. ബി 5 റക്അത്ത്, 5 റക്അത്ത് വിത്ർ നമസ്കരിക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി മിനൽ ലൈലി 13 റക്അത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ 13 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, 13 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. യൂതിറു ബി 5, അതിൽ 5 റക്അത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നമസ്കരിക്കും. ലാ യജ്ലിസു ഇല്ലാ ഫിൽ ഖാമിസതി ഫയുസല്ലിമു, 5ാമത്തെ റക്അത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാറില്ല, എന്നിട്ട് സലാം വീട്ടും. അപ്പോൾ അവസാനത്തെ 5 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റായി നമസ്കരിക്കും. എപ്പോഴാണ് സലാം വീട്ടുന്നത്? അവസാനത്തിൽ മാത്രം. അതിനിടയിൽ എവിടെയും അത്തഹിയാത്തിലിരിക്കുന്നില്ല, സലാം വീട്ടുന്നുമില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് 5 റക്അത്താണ് വിത്ർ നമസ്കരിക്കുന്നതെങ്കിൽ നിർവഹിക്കേണ്ടത്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച രീതിയുമാകാം. എങ്ങനെ? ആദ്യം 2 റക്അത്ത് സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് സലാം വീട്ടുക, പിന്നെ 1 റക്അത്ത്. ഇത് സ്ഥിരപ്പെട്ട അസ്ലിയായ അതിൻ്റെ രൂപമാണ്. സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു സലാം വീട്ടി, വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ചു സലാം വീട്ടി, പിന്നെ 1 റക്അത്ത്, ഇങ്ങനെ 5 റക്അത്ത് വിത്ർ നമസ്കരിക്കാം. ഇല്ല എങ്കിൽ എങ്ങനെ കൂടി നമസ്കരിക്കാം? 5 റക്അത്തും ഒരുമിച്ച് എവിടെയും ഇരിക്കാതെ സലാം വീട്ടാതെ അവസാനത്തിൽ മാത്രം സലാം വീട്ടുക. ഇതാണ് 5 റക്അത്ത് വിത്ർ നമസ്കരിക്കുന്നതിൻ്റെ 2 രൂപങ്ങൾ. പിന്നെയുള്ളത് 7 റക്അത്ത് വിത്ർ നമസ്കാരമാണ്. 7 റക്അത്ത് നമുക്ക് നമസ്കരിക്കാം. ഏതാണ് അതിൻ്റെ രീതി? 1ാമത്തെ രീതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എങ്ങനെ? 2 റക്അത്ത് നമസ്കരിക്കുക, സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് സലാം വീട്ടുക, അപ്പോൾ 6 റക്അത്തായി. പിന്നെ എഴുന്നേറ്റ് 1 റക്അത്ത് കൂടി നമസ്കരിക്കുക, അപ്പോൾ 7 റക്അത്തായി. ഈ രൂപത്തിൽ നമസ്കരിക്കാം. എന്നാൽ ഇതല്ലാത്ത മറ്റൊരു രൂപമുണ്ട്. ഏതാണത്? ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫലമ്മാ കബിറ വദഉഫ ഔതറ ബി70. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാർദ്ധക്യം ബാധിക്കുകയും ശരീരത്തിന് അല്പം ദുർബലതയുണ്ടാവുകയും ചെയ്തപ്പോൾ ഔതറ ബി70, 7 റക്അത്താണ് അല്ലെങ്കിൽ 7 റക്അത്ത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നമസ്കരിച്ചത്. ബി7 റക്അത്തിൻ ലാ യഖഉദു ഇല്ലാ ഫിസ്സാദിസ, 6ാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കും.
ആറാമത്തെ റക്കയത്തിൽ അതുവരെ ഇരിക്കൂല. 6 റക്കയത്തും ഒരുമിച്ച് ഒരൊറ്റ അത്തഹിയാത്തിലും ഇരിക്കാതെ 6 റക്കയത്തും ഒരുമിച്ച് നമസ്കരിക്കും. സുമ്മ യൻഹദു വലാ യുസല്ലിം. എന്നിട്ട് 6ാമത്തതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിലിരിക്കുന്നത്. എന്നിട്ട് അത്തഹിയാത്തിലിരുന്നിട്ട് സലാം വീട്ടാതെ എഴുന്നേൽക്കും. ശ്രദ്ധിക്കുക, അത്തഹിയാത്തിലിരിക്കണം 6ാമത്തെ റക്കയത്തിൽ. എന്നിട്ട് സലാം വീട്ടാതെ എഴുന്നേൽക്കുക. സുമ്മ യൻഹദു വലാ യുസല്ലിം, സലാം വീട്ടരുത്. ഫയുസല്ലി സാബിഅ, എന്നിട്ട് 7ാമത്തത് നമസ്കരിക്കുക. സുമ്മ യുസല്ലിമു തസ്ലീമത്തൻ, എന്നിട്ട് സലാം വീട്ടുക. സുമ്മ യുസല്ലി റക്കഅത്തൈനി വഹുവ ജാലിസുൻ, പിന്നീട് ഇരുന്നു കൊണ്ട് 2 റക്കഅത്ത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും. അപ്പോൾ 7 റക്കഅത്ത് നമസ്കരിച്ച രീതി എങ്ങനെയാണ്? 6 റക്കഅത്ത് വരെ അത്തഹിയാത്തിലിരിക്കാതെ തുടർച്ചയായി നമസ്കരിച്ചു. 6ാമത്തെ റക്കഅത്തിൽ ഇരുന്നു, അത്തഹിയാത്ത് ചൊല്ലി, അതേപോലെ തന്നെ സ്വലാത്ത് ചൊല്ലി. പക്ഷേ സലാം വീട്ടിയില്ല, എഴുന്നേറ്റു 7ാമത്തതിലേക്ക്. എന്നിട്ട് പിന്നീട് അവസാനത്തെ തശഹുദിന് ശേഷം സലാം വീട്ടി. ഇങ്ങനെ 7 റക്കഅത്ത് നമസ്കരിക്കുന്ന രീതി. അല്ലെങ്കിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2 റക്കഅത്ത് 2 റക്കഅത്ത് 2 റക്കഅത്ത് പിന്നെ 1 റക്കഅത്ത്, അങ്ങനെ 7 റക്കഅത്ത്. ഇങ്ങനെയാണ് 7 റക്കഅത്ത് വിത്ർ നമസ്കരിക്കുന്ന രീതി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റാക്കിയത് 9 റക്കഅത്ത് കൊണ്ടാണ്. 9 റക്കഅത്ത് കൊണ്ടാണ്. അതെങ്ങനെയാണ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. മഹദി പറയുന്നു, വയുസല്ലി 9 റകഅത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റകഅത്ത് നമസ്കരിക്കും. ലാ യജ്ലിസു ഫീഹാ ഇല്ലാ ഫിസ്സാമിന, 8ാമത്തതിലല്ലാതെ നബി ഇരിക്കുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നത് എപ്പോഴാണ്? 8ാമത്തെ റകഅത്തിൽ മാത്രം. അപ്പോൾ അതുവരെ കണ്ടിന്യൂസ് ആണ്, അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുന്നില്ല. ഫയദ്കുറുല്ലാഹ വയഹ്മദുഹു വയദ്ഉ, എന്നിട്ട് അത്തഹിയാത്തും സ്വലാത്തും ദിക്റുകളും ദുആയുമെല്ലാം, എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തിൽ ചൊല്ലേണ്ടതെല്ലാം കഴിഞ്ഞതിന് ശേഷം സുമ്മ യൻഹദു വലാ യുസല്ലിം, പ്രവാചകൻ എഴുന്നേൽക്കും, സലാം വീട്ടുകയില്ല. അപ്പോൾ 8ാമത്തെ റക്കഅത്തിലാണ് ഒന്ന് ഇരിക്കുന്നത് പോലും, അവിടെ തന്നെ അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടാതെ എഴുന്നേൽക്കും. സുമ്മ യഖൂമു ഫയുസല്ലി താസിഅ, എന്നിട്ട് 9ാമത്തെ റക്കഅത്ത് നമസ്കരിക്കും. സുമ്മ യഖൂദു ഫയദ്കുറുല്ലാഹ വയഹ്മദുഹു വയദ്ഉ, പിന്നീട് അത്തഹിയാത്തും സ്വലാത്തും മറ്റു പ്രാർത്ഥനകൾക്കും ശേഷം സുമ്മ യുസല്ലിമു തസ്ലീമൻ യുസ്മിഉന, ഞങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് സലാം വീട്ടുന്നതാണ്. സുമ്മ യുസല്ലി റകഅത്തൈനി ബഅദമാ യുസല്ലിം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് വഹുവ ഖാഇദുൻ, ഇരുന്നു കൊണ്ട് 2 റകഅത്ത് കൂടി നമസ്കരിക്കുന്നതാണ് വിത്റിന് ശേഷം. അപ്പോൾ ഇവിടെ 9 റകഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നമസ്കരിച്ചു. എങ്ങനെയാണത്? 8 റകഅത്ത് വരെ ഇരിക്കാതെ നമസ്കരിച്ചു. പിന്നെ 8ാമത്തെ റകഅത്തിൽ അത്തഹിയാത്തിനിരുന്നു. പിന്നീട് സലാം വീട്ടാതെ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 റകഅത്ത് കൂടി നമസ്കരിച്ചു. 9 പൂർത്തിയാക്കി സലാം വീട്ടി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ രൂപവുമാകാം. ഇതാണൊരു രൂപം. എങ്ങനെ? 2 റകഅത്ത് 2 റകഅത്ത് 2 റകഅത്ത്, അങ്ങനെ 8 റകഅത്ത് വരെ. എന്നിട്ട് 1 റകഅത്ത് കൂടി. അപ്പോൾ ഈ 2 റകഅത്തിൽ സലാം വീട്ടിയിട്ട് 8 റകഅത്ത് വരെ പോവുക. എന്നിട്ട് 1 റകഅത്ത് നമസ്കരിച്ച് സലാം വീട്ടുക. അതാണ് ഒരു രീതി. ഈ പറഞ്ഞ രൂപത്തിലും നമസ്കരിക്കാവുന്നതാകുന്നു. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 റകഅത്ത് വിത്ർ നമസ്കരിച്ചത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിത്ർ എന്ന് പറഞ്ഞാൽ 11 റകഅത്താണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക സന്ദർഭത്തിലുമുള്ള നമസ്കാരം എന്ന് പറയുന്നത് 11 റകഅത്താണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 11 റകഅത്ത് നമസ്കരിച്ചത് എന്ന്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയട്ടെ, മാകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റകഅത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലോ അല്ലാത്ത കാലത്തോ 11 റകഅത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല. യുസല്ലി 4, 4 റകഅത്ത് നമസ്കരിക്കും. ഫലാ തസല അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ഭംഗിയും അതിൻ്റെ ദൈർഘ്യവും എന്നോട് ചോദിക്കരുത്, എനിക്ക് പറയാൻ കഴിയില്ല, അത്രയുമാണ്. സുമ്മ യുസല്ലി 4, പിന്നീട് വീണ്ടും 4 റകഅത്ത്. ഫലാ തസല അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ നന്മയെ സംബന്ധിച്ചും ദൈർഘ്യത്തെക്കുറിച്ചും എന്നോട് ചോദിക്കരുത്. സുമ്മ യുസല്ലി 3, പിന്നീട് 3 റകഅത്ത് നമസ്കരിക്കും. അപ്പോൾ ഇവിടെ 4 റകഅത്ത് നമസ്കരിക്കും, പിന്നെ 4 റകഅത്ത്, പിന്നെ 3. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് 4ഉം അത്തഹിയാത്തില്ലാതെ ഒരുമിച്ച് നിർവഹിക്കാം, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാണ്. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആദ്യം 4 റകഅത്ത്, എന്നിട്ട് സലാം വീട്ടുക. 4 റകഅത്ത് കഴിഞ്ഞിട്ടേ സലാം വീട്ടുന്നുള്ളൂ. പിന്നെ അല്പം ഉറങ്ങിയിട്ടും വിശ്രമിച്ചിട്ടും വീണ്ടും 4 റകഅത്ത്, പിന്നെ 3 റകഅത്ത് വിത്ർ. അങ്ങനെ ഇതിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയവരുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുള്ള ഉദ്ദേശം പ്രവാചകൻ വിശ്രമിക്കാൻ വേണ്ടി ഒരല്പം അധികം സമയമെടുത്തത് 4 റകഅത്തിന് ശേഷമാണ്. അല്ലാതെ 4 റകഅത്ത് കഴിഞ്ഞിട്ടാണ് സലാം വീട്ടിയത് എന്ന് കിട്ടുകയില്ല. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ ഇതേ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത്
കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീമാ ബൈന അൻ യഫ്റുഗ മിൻ സ്വലാത്തിൽ ഇശാ ഇലൽ ഫജ്ർ 11 റകഅത്തൻ. അള്ളാഹുവിൻ്റെ റസൂല് ഇശാഇനും ഫജ്റിനുമിടയിൽ 11 റകഅത്ത് നമസ്കരിക്കും. യുസല്ലിമു ബൈന കുല്ലി റകഅത്തൈൻ, ഓരോ 2 റകഅത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടും. വയൂത്തിറു ബിവാഹിദ, ഒരു റകഅത്ത് കൊണ്ട് വിത്റാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ വ്യക്തമാക്കുന്നുണ്ട്, ഓരോ റകഅത്തിലും, ഓരോ 2 റകഅത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 റകഅത്ത് നമസ്കരിച്ചു, പിന്നെ 3 എന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശം? 4 റകഅത്ത് കഴിഞ്ഞാൽ പിന്നെ 2 റകഅത്തിൽ റസൂൽ സലാം വീട്ടിയാൽ ഉടനെ എഴുന്നേൽക്കും. എന്നാൽ 4 റകഅത്ത് കഴിഞ്ഞാൽ ഒരല്പം അധികം വിശ്രമിക്കും. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞിരിക്കുന്നു. കൂടുതൽ ശരിയായി തോന്നുന്ന അഭിപ്രായം അതാണ്, പ്രത്യേകിച്ചും സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന എന്ന് വന്നതിനാൽ. എന്നാൽ നേരത്തെ ചില ഹദീസുകളിൽ 5 റകഅത്ത് ഒരുമിച്ച് നിർവഹിച്ചു, 8 റകഅത്ത് വരെ ഒരുമിച്ച് പോയി എന്നെല്ലാമുള്ള ഹദീസുകൾ ഉള്ളതിനാൽ അത് ഒരുമിച്ച് നമസ്കരിച്ചാലും തെറ്റാണെന്ന് പറയുക സാധ്യമല്ല എന്നും മനസ്സിലാക്കാം. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. എന്നിരുന്നാലും കൂടുതൽ സൂക്ഷ്മത 2ാമത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ ഓരോ 2 റകഅത്തുകൾ കഴിഞ്ഞതിന് ശേഷവും സലാം വീട്ടിക്കൊണ്ടുള്ള നമസ്കാരമാണ് കൂടുതൽ അഫ്ളലായത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ഇനി ഇവിടെ അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. വിത്ർ നമസ്കാരത്തിൽ എന്താണ് പാരായണം ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും 3 റകഅത്ത് കൊണ്ടാണല്ലോ വിത്റാക്കിയത്. അതുകൊണ്ട് തന്നെ ആ 3 റകഅത്തിൽ പ്രവാചകൻ എന്താണ് പാരായണം ചെയ്തത് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നാൽ 5 റകഅത്തോ അതല്ലെങ്കിൽ 7 റകഅത്തോ 9 റകഅത്ത് കൊണ്ടോ വിത്റാക്കിയപ്പോൾ അതിലെല്ലാം ഏതാണ് പതിവായി ചൊല്ലിയത് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നമുക്ക് പരിശോധിക്കാം. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യൂതിറു ബിസലാസി റകഅത്തിൻ, അള്ളാഹുവിൻ്റെ റസൂല് 3 റകഅത്ത് കൊണ്ട് വിത്റാക്കി. യഖ്റഉ ഫിൽ ഊല, 1ാമത്തെ റകഅത്തിൽ ഓതി ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സൂറത്തുൽ അഅല. വഫി സാനിയ, 2ാമത്തെ റകഅത്തിൽ ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂൻ ഓതി. വഫി സാലിസ, 3ാമത്തതിൽ ബിഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3ാമത്തെ റകഅത്തിൽ ഓതിയത്. മാത്രമല്ല ഇതിൽ ഒരു ഫായിദ കൂടി ലഭിക്കുന്നു. എന്താണത്? വയഖുനുതു ഖബ്ല റുകൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇന് മുമ്പ് ഖുനൂത്ത് ഓതിയിരുന്നു. അപ്പോൾ വിത്റിൽ ഖുനൂത്തുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. വിത്റിൽ ഖുനൂത്ത് മശ്റൂ ആണ്, സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്, സ്വഹാബികളും ചെയ്തിട്ടുണ്ട്. അതുകൂടി ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫഇദാ ഫറഗ ഖാല ഇൻദ ഫറാഗിഹി, അതേപോലെ തന്നെ വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞാൽ ഫഇദാ ഫറഗ ഖാല ഇൻദ ഫറാഗിഹി, വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞാൽ സലാം വീട്ടിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയാറുള്ളത്? അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല, പിന്നെയോ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, രാജാതിരാജനായ പരമപരിശുദ്ധനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് 3 മറാത്തിൻ 3 തവണ പറയും. യുതീലു ഫി ആഖിരിഹിന്ന, അവസാനത്തതിൽ ഒരല്പം നീട്ടിയിട്ടാണ് പറയുക. എങ്ങനെ? സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, അങ്ങനെ ഒരല്പം നീട്ടിക്കൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞിരുന്നത്. 3 തവണ പറഞ്ഞിരുന്നു. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറയേണ്ടതിന് പകരം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിത്ർ നമസ്കാരത്തിൽ 3 റകഅത്താണെങ്കിൽ 1ാമത്തതിൽ സൂറത്തുൽ അഅല, 2ാമത്തതിൽ കാഫിറൂൻ, 3ാമത്തതിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുനൂത്ത് ഓതാകുന്നതാണ്. വിത്ർ കഴിഞ്ഞാൽ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറയാൻ മറന്നുപോവാതിരിക്കുക. അതേപോലെ തന്നെ അവസാനത്തെ റകഅത്തിൽ, വിത്റിലെ അവസാനത്തെ റകഅത്തിൽ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ കൂടെ മുഅവ്വിദത്തൈനിയും അഥവാ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഓതാവുന്നതാണ്. എന്താണ് തെളിവ്? ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂല് വിത്റിൽ എന്താണ് ഓതിയത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യഖറഉ ഫിൽ ഊലാ ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വഫി സാനിയതി ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഫി സാലിസതി ബിഖുൽ ഹുവല്ലാഹു അഹദുൻ വൽ മുഅവ്വിദത്തൈൻ. 3ാമത്തെ റകഅത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദിൻ്റെ കൂടെ ഫലഖും നാസും ഓതിയിരുന്നു. അപ്പോൾ അങ്ങനെയും വിത്റിൽ ഓതാം. സൂറത്തുൽ ഇഖ്ലാസ് മാത്രവും ഓതാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിത്ർ നമസ്കാരത്തിൽ സുന്നത്താക്കപ്പെട്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇനി അവശേഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഒരാൾ വിത്ർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ വിത്ർ നമസ്കരിച്ചു. എന്നാൽ പിന്നീട് രാത്രിയുടെ അവസാന യാമത്തിൽ അദ്ദേഹം എഴുന്നേറ്റു. ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് നമസ്കരിച്ചുകൂടെ? ഒരാൾ ഇമാമിൻ്റെ കൂടെ തറാവീഹ് നമസ്കരിച്ചു, അങ്ങനെ വിത്റും പൂർത്തിയാക്കി.
അതെങ്കിൽ സ്വന്തമായി തന്നെ ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ വിത്ർ നമസ്കരിച്ചു. എന്നാൽ പുണ്യമാക്കപ്പെട്ട റമളാനിൻ്റെ മാസമാണ്, അതേപോലെ തന്നെ പുണ്യമാക്കപ്പെട്ട സന്ദർഭമായ അവസാന യാമത്തിലൊക്കെ എഴുന്നേൽക്കാൻ അവസരം ലഭിച്ചു, രാത്രിയിൽ ഇനിയും നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് വീണ്ടും നമസ്കരിച്ചുകൂടെ? തീർച്ചയായും നമസ്കരിക്കാം. കാരണം നമസ്കാരം, നിങ്ങളുടെ രാത്രി നമസ്കാരം ഒറ്റയിൽ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട മുസ്തഹബായ ഒരു കാര്യം എന്നുള്ള നിലക്കാണ്. എന്നാൽ വിത്റിന് ശേഷവും നമസ്കരിക്കുന്നതിന് വിരോധമില്ല. എന്താണ് അതിനുള്ള തെളിവ്? ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഹാദ സഫറ ജഹ്ദുൻ വസിഖലുൻ, യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതും ഭാരമേറിയതുമാണ്. അതുകൊണ്ട് ഫൈദ ഔതറ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും വിത്ർ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഫലിയർക റകഅതൈൻ, ഒരു 2 റക്അത്ത് അവർ വീണ്ടും നമസ്കരിച്ചോട്ടെ. ഫഇൻ ഇസ്തൈഖദ വഇല്ല കാനത ലഹു, കാരണം എഴുന്നേറ്റാൽ ഒരു 2 റക്അത്ത് കൂടി നമസ്കരിക്കട്ടെ, ഇല്ലെങ്കിൽ നേരത്തെ ഉള്ളത് തന്നെ മതിയാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇനി ഇല്ലെങ്കിലും ഈ ഒരു 2 റക്അത്ത് മതിയാകുന്നതാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതെന്താണ്? ഫഇദ ഔതറ അഹദുക്കും ഫൽയർക റകഅതൈൻ, നിങ്ങൾ വിത്ർ നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും എഴുന്നേൽക്കുകയാണെങ്കിൽ ഫൽയർക റകഅതൈൻ, 2 റക്അത്ത് കൂടി നമസ്കരിച്ചോളൂ. അപ്പോൾ വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞ ആളുകൾക്ക് 2 റക്അത്ത് നമസ്കരിക്കാം, അല്ലെങ്കിൽ ഈ രണ്ടായി വീണ്ടും നമസ്കരിക്കാവുന്നതാകുന്നു. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് അദ്ദേഹം നൽകിയ ഹെഡിങ് പോലും ശ്രദ്ധേയമാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ബാബു ദിക്രി ദലീലി, തെളിവ് സമർത്ഥിക്കുന്ന അധ്യായം. എന്തിന്? അല അന്ന സ്വലാത്ത ബഅദൽ വിത്രി മുബാഹ, ഒരാൾ വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞാലും വീണ്ടും നമസ്കരിക്കൽ മുബാഹത്താണ്, അനുവദനീയമാണ്. ലി ജമീഇ മൻ യുരീദു സ്വലാത്ത ബഅദഹു, അതിനുശേഷം വീണ്ടും നമസ്കരിക്കണമെന്നുദ്ദേശിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം? വിത്ർ നമസ്കാരത്തിന് ശേഷം വീണ്ടും നിർവഹിക്കാം, അത് അനുവദനീയമാണ്. വ അന്ന റകഅതൈനി ലതൈനി കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലീഹിമാ ബഅദൽ വിത്ർ, അള്ളാഹുവിൻ്റെ റസൂല് വിത്ർ നമസ്കരിച്ചതിന് ശേഷവും 2 റക്അത്ത് നമസ്കരിച്ചിരുന്നു. നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ചില ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. വിത്ർ നമസ്കാരത്തിന് ശേഷവും അള്ളാഹുവിൻ്റെ റസൂൽ 7 റക്അത്ത് വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നു കൊണ്ട് വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 9 റക്അത്ത് കൊണ്ട് വിത്റാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ചിരുന്നു. അപ്പോൾ വിത്റിന് ശേഷം നമസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ആ ഒരു നമസ്കാരം ലം യകൂന ഖാസത്തൻ ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രം ഖാസായതല്ല. ദൂന ഉമ്മത്തിഹി, ഉമ്മത്തിന് പാടില്ല, റസൂലിന് മാത്രം പാടുണ്ട് എന്നുള്ള നിലക്കല്ല അത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അമറനാ ബിർറകഅതൈനി ബഅദൽ വിത്ർ, വിത്റിന് ശേഷം 2 റക്അത്ത് കൂടി നമസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു. അമറ നദ്ബിൻ വ ഫദീല, അത് ഫദീലത്തിൻ്റെ കൽപ്പനയാണ്. ലാ അമറ ഈജാബിൻ വ ഫരീള, അല്ലാതെ നിർബന്ധമാണ് എന്ന് കാണിക്കുന്നതല്ല എന്ന് ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന് ശേഷമാണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞാലും ഇനിയും നമസ്കരിക്കാമോ എന്ന് ചില ആളുകൾക്ക് സംശയം. അവിടെ നമുക്കുള്ള ഉത്തരം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് നമസ്കരിക്കാമെന്ന് അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ 2 റക്അത്ത് നമസ്കരിക്കാവുന്നതാണ്, അതിൽ കൂടുതൽ നമസ്കരിക്കുന്നതിനും വിരോധമില്ല. പക്ഷേ ഒരു രാത്രിയിൽ 2 തവണ വിത്ർ നമസ്കരിക്കരുത്. ഒരു രാത്രിയിൽ 2 തവണ വിത്ർ നമസ്കരിക്കാൻ പാടില്ല. അതിനുള്ള തെളിവ് കൂടി പറഞ്ഞ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ ഖൈസ് ബിൻ തൽഖ് ബിൻ അലി അൻ അബി, തൽഖ് ബിൻ അലി റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്താണ്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ വിത്റാനി ഫീ ലൈല, ഒരു രാത്രിയിൽ 2 തവണ വിത്ർ നമസ്കരിക്കരുത്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഒറ്റയിൽ അവസാനിപ്പിച്ചാൽ വീണ്ടും അതേപോലെ ഒരു വിത്ർ കൂടി നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞ ഒരാൾ പിന്നെ നമസ്കരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? നേരത്തെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ഇരട്ടയായിട്ട്, ഒറ്റയായി നമസ്കരിക്കരുത്, ഇരട്ടയായിട്ടാണ് നമസ്കരിക്കേണ്ടത്. എന്നാൽ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ചില വാചകങ്ങൾ കൂടി നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വഖ്തലഫ അഹ്ലുൽ ഇൽമി ഫില്ലദി യൂതിറു മിൻ അവ്വലിൽ ലൈൽ, രാത്രിയുടെ തുടക്കത്തിൽ തന്നെ വിത്ർ നമസ്കരിച്ച ആളുകൾ പിന്നീട് നമസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. സുമ്മ യഖൂമു മിൻ ആഖിരിഹി, എന്നിട്ട് അവസാനത്തിൽ എഴുന്നേൽക്കുന്നു. ഫറഅ ബഅദു അഹ്ലിൽ ഇൽമി മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ബഅദഹും,
നബിയുടെ സ്വഹാബികളും സ്വഹാബികൾക്ക് ശേഷമുള്ള താബീങ്ങളും തബഉ താബീങ്ങളിലും പെട്ട അഹ്ലുൽ ഇൽമിൽപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? നഖ്ദൽ വിത്ർ, അവർ നേരത്തെയുള്ള ആ വിത്തറിനെ നഖ്ല് ചെയ്യട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ വിത്തറിനെ ക്യാൻസലാക്കട്ടെ. എങ്ങനെയാണ് വിത്തറിനെ ക്യാൻസലാക്കുക? ഓൾറെഡി നമസ്കരിച്ച വിത്തറിനെ എങ്ങനെയാണ് ക്യാൻസലാക്കുക? വഖാലു യുദീഫു ഇലൈഹ റകഅത്തൻ, ഒരു റകഅത്ത് കൂടി നമസ്കരിച്ചിട്ട് സലാം വീട്ടുക. അപ്പം എന്തായി? ആ ഒറ്റ ഇരട്ടയായല്ലോ. വയുസല്ലി മാ ബദാലഹു, എന്നിട്ട് അതിനുശേഷം അയാൾ എത്രയാണോ ആഗ്രഹിക്കുന്നത് അത്രയും നിർവഹിക്കാം. മാ ബദാലഹു, എത്രയാണോ അയാൾ ഇഷ്ടപ്പെടുന്നത് അത്രയും അതിനുശേഷം എന്ത് ചെയ്യാം? നിർവഹിക്കാം. എന്നിട്ട് എന്ത് ചെയ്യട്ടെ? സുമ്മ യൂത്തിറു ഫി ആഖിരി സ്വലാത്തിഹി, അവസാനത്തിൽ വീണ്ടും വിത്ർ നമസ്കരിക്കട്ടെ. അപ്പോൾ വിത്ർ നമസ്കരിച്ച ഒരാൾ എന്ത് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്? ഒരു റക്കഅത്ത് കൂടി നമസ്കരിച്ചിട്ട് അതിനെ ഇരട്ടയാക്കുക. പിന്നെ ഇഷ്ടമുള്ളത്ര നമസ്കരിക്കുക. അതാണ് പറഞ്ഞത് വയുസല്ലി മാ ബദാലഹു, ഇഷ്ടമുള്ളത്ര നമസ്കരിക്കുക. എന്നിട്ട് പിന്നീട് അവസാനത്തിൽ എന്ത് ചെയ്യുക? വിത്ർ നമസ്കരിക്കുക. കാരണം ലി അന്നഹു ലാ വിത്രാനി ഫീ ലൈല, ഒരു രാത്രിയിൽ 2 വിത്റില്ലല്ലോ. അപ്പോൾ ആദ്യത്തതിനെ ഇരട്ടയാക്കുക. ഇതാണ് ഒരഭിപ്രായം. വഹുവല്ലദീ ദഹബ ഇലൈഹി ഇസ്ഹാഖു വഖാല ബഅദു അഹ്ലിൽ ഇൽമി മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈരിഹിം, എന്നാൽ സ്വഹാബികളിൽപ്പെട്ട അതേപോലെ തന്നെ അവർക്ക് ശേഷം വന്നിട്ടുള്ള അറിവാളന്മാരായ മറ്റു ചിലർ പറഞ്ഞിട്ടുള്ളത് ഇദാ ഔതറ മിൻ അവ്വലിൽ ലൈലി സുമ്മ നാമ, രാത്രിയുടെ ആദ്യത്തിൽ വിത്ർ നമസ്കരിച്ചു, പിന്നെ ഉറങ്ങി. സുമ്മ ഖാമ മിൻ ആഖിരിൽ ലൈൽ, പിന്നെ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേറ്റാൽ ഫഇന്നഹു യുസല്ലി മാ ബദാലഹു വലാ യൻഖുദു വിത്രഹു, അയാൾക്ക് ഇഷ്ടമുള്ളത്ര വീണ്ടും നമസ്കരിക്കട്ടെ, വിത്റിനെ ക്യാൻസൽ ചെയ്യേണ്ടതില്ല. കാരണം 3 നമസ്കരിച്ച് കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ 5 നമസ്കരിച്ചു, 7 നമസ്കരിച്ചു, പിന്നെ ഈരണ്ടായി നമസ്കരിച്ചാൽ മതി. കാരണം അത് ഒറ്റയിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ വിത്റിനെ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. വയദഉ വിത്രഹു അലാ മാക്കാൻ, നേരത്തെ ഉണ്ടായിരുന്ന വിത്ർ അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ. വഹുവ ഖൗലു സുഫിയാനു സൗരി വ മാലിക് ബിൻ അനസ് വ ബിനിൽ മുബാറക് വ അഹ്മദ് വഹാദ അസഹു. ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ അതാണ് അഭിപ്രായം പറഞ്ഞത്. ഇതാണ് കൂടുതൽ ശരിയായത്. ലി അന്നഹു ഖദ് റുവിയ മിൻ ഗൈരി വജ്ഹിൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സല്ല ബഅദൽ വിത്ർ. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ വിത്റിന് ശേഷം നമസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയായിട്ടാണ്? ഇരട്ടയായിട്ടാണ്. റകഅത്തൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞ ഒരാൾ പിന്നീട് രാത്രിയിൽ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈരണ്ടായി നമസ്കരിച്ചാൽ മതി. ഇരട്ടയാക്കിയാൽ മതി, ഒറ്റയാക്കേണ്ടതില്ല. എന്നാൽ ആദ്യം പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ശരിക്കും അവിടെ 3 വിത്ർ വരും. ഒന്ന്, ആദ്യത്തിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിച്ചു, പിന്നെ അതിനെ ഇരട്ടയാക്കാൻ വേണ്ടി എത്രയാണ് നമസ്കരിക്കുന്നത്? ഒറ്റ തന്നെ. അപ്പോൾ സത്യത്തിൽ അവിടെ 2 വിത്രായി മാറി. പിന്നീട് രാത്രിയിൽ അവസാനിക്കുമ്പോൾ വീണ്ടും ഒരു വിത്ർ കൂടി നമസ്കരിക്കുമ്പോൾ അവിടെ 3 വിത്ർ ഉണ്ടാകുന്നു. എന്നാൽ ലാ വിത്രാനി ഫില്ലയിൽ, ഒരു രാത്രിയിൽ 2 വിത്രില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ സൂക്ഷ്മമായത് പ്രവാചകൻ്റെ ഹദീസിൻ്റെ പദങ്ങളോട് യോജിക്കുന്നതും അവസാനം പറഞ്ഞ അഭിപ്രായമാണ്. ഒരാൾ വിത്ർ നമസ്കരിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പിന്നെ എഴുന്നേറ്റ് അയാൾ നമസ്കരിക്കട്ടെ. പക്ഷേ അതെങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? 2 അങ്ങനെയായി. പിന്നീട് ഒരു തവണ കൂടി വിത്റാക്കേണ്ടതില്ല. അങ്ങനെയാകുമ്പോഴും അയാളുടെ നമസ്കാരം എങ്ങനെയാണ്? ഒറ്റയിലാണ് അവസാനിക്കുന്നത്. ഏതുപോലെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് 9 റക്അത്ത് ഒരുമിച്ച് നമസ്കരിച്ചു, ഒറ്റ തവണയെ സലാം വീട്ടിട്ടുള്ളൂ. അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ വിത്ർ. എന്നിട്ട് 2 റക്അത്ത് കൂടി നമസ്കരിച്ചു. അപ്പോൾ അത് 11 അപ്പോൾ 9-ൽ 2 കൂടി കൂട്ടുമ്പോൾ 11, അതിൽ 2 കൂടി കൂട്ടിയാൽ 13. അങ്ങനെ പോവുള്ളൂ, ഒറ്റ സംഖ്യയിലേ പോവുള്ളൂ, ഒരിക്കലും ഇരട്ടയാവൂല. അതുകൊണ്ട് വിത്ർ ഒരിക്കൽ നമസ്കരിച്ചവർ പിന്നെ ഈരണ്ടായി നമസ്കരിച്ചാൽ മതി. അല്ലാതെ ആദ്യത്തെ വിത്റിനെ ഒരു റക്അത്ത് കൂടി നമസ്കരിച്ച് ഇരട്ടയാക്കേണ്ടതില്ല. ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം എന്നാണ് മനസ്സിലാവുന്നത്. തെളിവുകളോട് കൂടുതൽ യോജിച്ചു നിൽക്കുന്നതും അതുതന്നെയാണ്. ഹാദാ വല്ലാഹു തആല ആലം. ഇത്രയുമാണ് വിത്ർ നമസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും ചുരുങ്ങിയ റക്അത്ത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ 3 റക്അത്ത്, 5 റക്അത്ത്, 7 റക്അത്ത്, 9 റക്അത്തൊക്കെ, 11 റക്അത്തൊക്കെ ഏതെല്ലാം രൂപത്തിൽ നമസ്കരിക്കാമെന്ന് മനസ്സിലാക്കി. വിത്ർ നമസ്കാരത്തിൽ എന്താണ്, അവസാനത്തിൽ ഏത് സൂറത്തുകളാണ് ഓതേണ്ടത്, സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് ചിലത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ വിത്ർ നമസ്കാരത്തിന് ശേഷം നമസ്കരിക്കാൻ പാടുണ്ടോ തുടങ്ങിയ വിഷയങ്ങളും അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വിത്ർ നമസ്കാരത്തിന് ശേഷം വീണ്ടും നമസ്കരിക്കാമോ എന്ന വിഷയത്തിലുമുള്ള തെളിവുകൾ മനസ്സിലാക്കി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആരാധനകളെ സമ്പൂർണ്ണമാക്കി തീർക്കുവാനും പ്രത്യേകിച്ചും റമളാൻ മാസത്തെ കൂടുതൽ പുണ്യമുള്ളതാക്കി തീർക്കുവാനും നമ്മൾ ശ്രമിക്കുക. ഈ ദർസുകൾ ശ്രദ്ധിച്ചു കേട്ടാൽ
ധാരാളം സംശയങ്ങൾക്കുള്ള മറുപടി ഇതിൽ തന്നെയുണ്ട്. പലരും ദർസുകൾ ശ്രദ്ധിച്ച് കേൾക്കാതെ വീണ്ടും വീണ്ടും ദർസിൽ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെ പിന്നീട് സംശയം ചോദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി ഈ സംസാരത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.